لله وحده الصلاة والسلام على من لا نبي بعد وعلى آله وصحبه الفائزين برضا الله أما بعد. വിശ്വാസിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മാസങ്ങളിലെ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാം. ദുൽഹിജ്ജയുടെ ആദ്യ ദിനങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിതത്തിൻ്റെ സദാസമയവും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളിൽ, സൽക്കർമ്മങ്ങളിൽ നിരതരായിക്കൊണ്ട് അവൻ്റെ സമയം ചിലവഴിക്കുന്നവനായിരിക്കും. അള്ളാഹുവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതായ ദിവസങ്ങളിൽ പ്രത്യേകമായിക്കൊണ്ട് ചെയ്യാൻ പറഞ്ഞ ആരാധനാ കർമ്മങ്ങൾ പ്രത്യേകമായിക്കൊണ്ട് തന്നെ അവൻ ചെയ്യുന്നതായിരിക്കും. ഇസ്ലാമിലെ ചില മാസങ്ങൾക്കും ചില സമയങ്ങൾക്ക് ചില ദിവസങ്ങൾക്ക് പ്രത്യേകതകൾ കൽപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതിലേറ്റവും പ്രത്യേകത കൽപ്പിച്ചിട്ടുള്ളതായ ദിവസങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനങ്ങളാണ് എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ടതായ സംഗതിയാണ്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി തആല വിശദീകരിക്കുന്നുണ്ട്, അൽ മുറാദു ബിഹാ അശ്റ ദുൽഹിജ്ജ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. ആ 10 ദിനങ്ങളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, മാമിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജല്ല വലാ അഅ്ളമ അജ്റൻ മിൻ ഖൈറിൻ തഅമലുഹു ഫി അശ്രി അദ്ഹ ഖീല വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഖാല വലൽ ജിഹാദു ഫീ സബീലില്ലാഹി അസ്സ വജല്ല ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജഅ മിൻ ദാലിക ഷൈ. ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളിൽ ഒരാൾ ചെയ്യുന്ന അമലുകളേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തരമായിട്ടുള്ള മറ്റൊരു അമലും തന്നെ ഇല്ല. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് പോലും അതിന് തുല്യമല്ലേ എന്ന് ചോദിച്ചപ്പോ ഒരാൾ തന്റെ ജീവനും തന്റെ മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പിച്ചുകൊണ്ട് അത് രണ്ടും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുവനല്ലാതെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി തആല അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്, ഈ അയ്യാമിൻ മഅലൂമാത്ത് എന്നുള്ളത് അയ്യാമുൽ അശ്ർ എന്നത് കൃത്യമായി കൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിലുള്ളത്, വമിൻ അയ്യാമിൻ അഅ്ളമ ഇൻദല്ലാഹി വലാ ഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളേക്കാൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളതും അള്ളാഹുവിന് ഏറ്റവും മഹത്തരമായിട്ടുള്ളതുമായ മറ്റു പ്രവർത്തനങ്ങളിൽ, അതുകൊണ്ട് ഫക്തിറൂ ഫീഹിന്ന മിനൽ തഖ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, നിങ്ങൾ അതിൽ തഹ്ലീലുകളും തക്ബീറുകളും തഹ്മീദുകളും ഒക്കെ വർദ്ധിപ്പിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് തന്നെ കാണുവാൻ സാധിക്കും. സഈദ് ഇബ്നു ജുബൈർ അള്ളാഹുവിനെ പറ്റി കാണാൻ സാധിക്കും, വകാന സഈദ് ഇബ്നു ജുബൈർ ഇദാ ദഖല അയ്യാമൽ അശ്രി ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി, അദ്ദേഹം ആ 10 ദിവസങ്ങൾ സമാഗതമായി കഴിഞ്ഞാൽ പരമാവധി കർമ്മങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങുകയും അങ്ങനെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പൂർത്തിയാക്കുവാൻ സാധിക്കോ ഇല്ലേ എന്ന് തോന്നുമാറ് അദ്ദേഹം കർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാം അതിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഇസ്ലാമിൽ പരിചയപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ എല്ലാം സമ്മേളിക്കുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ. നമസ്കാരം ഉണ്ടതില്, നോമ്പുണ്ടതില്, ദിക്റുകൾ ഉണ്ടതില്, സദഖകൾ ഉണ്ടതില്, ഹജ്ജ് ഉണ്ടതില്, ഉംറയുണ്ടതില്, ഇങ്ങനെ എല്ലാ അമലുകളും സമ്മേളിക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചതായ പടച്ച തമ്പുരാൻ അതിൽ ചെയ്യുന്ന ഏത് അമലിലും മറ്റ് ഏത് കാലങ്ങളിലും ചെയ്യുന്ന, അത് റമദാൻ മാസങ്ങളിലാവട്ടെ അതല്ലാത്ത മറ്റു സന്ദർഭങ്ങളിലാവട്ടെ, അതിനേക്കാളൊക്കെ പ്രതിഫലം ലഭിക്കുമെന്ന് പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരവും ഐച്ഛികമായ നോമ്പും അതേപോലെ തന്നെ സദഖകളും എല്ലാം അധികരിപ്പിച്ചുകൊണ്ട് ആ ദിവസങ്ങളെ ധന്യമാക്കുവാൻ നമ്മൾ തയ്യാറാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി വര്യന്മാരെ കുറിച്ച് കാണുവാൻ സാധിക്കും. അവര് ഇബ്നു അബ്ബാസ് വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅലൂമാത്ത് അയ്യാമുൽ അശ്ർ വൽ അയ്യാമുൽ മഅദൂദത്ത് അയ്യാമുൽ തശ്രീഖ്, അയ്യാമുൽ മഅലൂമാത്ത് എന്നുള്ളതാണ് ഈ 10 ദിനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുകയാണ്. എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം അന്നേ ദിവസം അബൂ ഹുറൈറ
യഖ്റുജാനി ഇലസ്സൂഖ് വകാന ഇബ്നു ഉമർ അബൂ ഹുറൈറയും അവർ രണ്ടുപേരും അങ്ങാടികളിലേക്ക് ഇറങ്ങും. എന്നിട്ട് യുകബ്ബിറാനി വയുകബ്ബിറുൻ നാസു ബിതക്ബീരിഹിമ അവർ ഉറക്കെ തക്ബീർ ചൊല്ലും, ജനങ്ങളും അവരോടൊപ്പം തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കും. വകബ്ബറ മുഹമ്മദുൻ അലിയിൻ ഖൽഫൻ നാഫില അതേപോലെ തന്നെ മുഹമ്മദ് അലിയും ആ വർത്തക സംഘത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹവും തക്ബീർ ചൊല്ലുമായിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതായ വചനങ്ങളിൽ കാണുവാൻ സാധിക്കും. അവ തഹ്ലീലുകളും തക്ബീറുകളും ദിക്റുകളും നമസ്കാരങ്ങളും നോമ്പുകളും സ്വതക്കകളും മറ്റുള്ളതായ നല്ല നല്ല പ്രവർത്തനങ്ങളുമായി കൊണ്ട് ഈ ദിനങ്ങളിലെ പ്രതിഫലം വരി കൂട്ടുവാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു നമുക്കതിന് ആരോഗ്യവും ആഫിയത്തും നൽകുമാറാകട്ടെ. വാഹുദ അവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.